വണക്കം സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഉണ്ട്, നമ്മുടെ രാജേഷ് മാധവൻ എന്ന് പറയുന്ന ഒരു മലയാളം നടൻ്റെയാണ്. ഈ സിനിമയിൽ നമ്മുടെ ഒരു 80s 70s കാലഘട്ടത്തിലുള്ള ഒട്ടുമിക്ക നടന്മാരും ഉണ്ട്. മനോജ് കെ ജയൻ, അതുപോലെ ജഗദീഷ്, പിന്നെ നമ്മുടെ അശോകൻ, അങ്ങനെ ആ ഒരു ടീംസ് കുറേ ആൾക്കാരുണ്ട്. പിന്നെ സുധീഷ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഒരു എൻ്റർടൈനർ, ഒരു 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 കളർഫുൾ ആയിട്ടുള്ളൊരു ചിത്രമാണിത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുമ്പുറത്ത് തന്നെ നടക്കുന്ന ഒരു രസകരമായ സംഭവം. അതിനുശേഷം ഇവർ യാത്ര പോകുന്നതാണ് ഈ സിനിമ. അപ്പം ഈ സിനിമ തുടക്കം കണ്ടു തുടങ്ങി ഇതിൻ്റെ ക്ലൈമാക്സ് എത്തി പടം തീരുന്നവരെ എങ്ങനെ പോയെന്ന് സമയം പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. ഇപ്പോൾ അടുത്തിറക്കിയ ഒരു മലയാളം പടം ഇറങ്ങിയായിരുന്നല്ലോ, മരണമാസം എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു വൈബിലുള്ള ഒരു പടമാണ്. സംഭവം രാജേഷ് മാധവൻ നാട്ടിലിച്ചിരി വിഷയം ഉണ്ടാക്കിയിട്ട് നാട് വിടും. അപ്പോൾ കുറച്ച് നാളിന് ശേഷം ഇവൻ മരിച്ചു എന്നറിഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ബോഡി കൈപ്പറ്റാൻ വേണ്ടി ഒരു ആംബുലൻസിലായിട്ട് പോകുന്നു. അപ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇതിനകത്ത്. നമ്മുടെ തജ്ജം ഡാൻസ് നൃത്തം സ്റ്റാർ നമ്മുടെ വിനീത് അടിപൊളി വേഷം ചെയ്തിട്ടുണ്ട്. ഒരു ഒരു ഹെവി ക്യാരക്ടറാണ്, എന്നാൽ അതിനകത്തൊരു ഹ്യൂമർ കലർത്തിയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പുള്ളിക്ക് എഴുതിയിട്ടുള്ളത്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാജേഷ് മാധവന് ഈ ടൈപ്പ് ട്രോള് രസമാണ്. നമ്മൾ ഈ ലുക്കും അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചറോ ഭയങ്കര ഫിസിക്കോ ഒരു നടനാവാനുള്ള യോഗ്യതയുള്ള ഒന്നും തന്നെ ഇല്ലാത്തൊരു നടനാണ് രാജേഷ് മാധവൻ. ആ നടനെയൊക്കെ വെച്ചൊരു ക്യാരക്ടർ കൊടുത്തിട്ട് സിനിമയാക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് സിനിമയുടെ മാറ്റമാണ്. അതാണ് സിനിമയുടെ മാറ്റം. ഇതൊക്കെ ഭയങ്കര രസമാണ്. ഇതൊരു ഡാർക്ക് കോമഡി ഇനത്തിൽപ്പെടാവുന്ന സിനിമയാണ്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ നല്ല രസമുണ്ട്. ഇതിനകത്ത് മനോജ് കെ ജയൻ ചെയ്തേക്കുന്ന റോൾ അടിപൊളി രസമാണ്. അത് ഒരു ഡാർക്ക് കോമഡി സൈഡുള്ള ഒരു സിനിമയാണ്, അല്ല ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ക്ലൈമാക്സ് ഒക്കെ രസമുണ്ട് കേട്ടോ, ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇടയ്ക്ക് തന്നെ കുറച്ച് ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ഒക്കെ ഉണ്ട് ചെറുപ്പകാലത്തിൽ. അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് എടുത്തേക്കുന്നത്. നല്ല രസമാണ് അതൊക്കെ കണ്ടിരിക്കാൻ. അങ്ങനെ ഒരു ക്ലൈമാക്സ് എത്തി അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് പരിപാടികൾ. പിന്നെ അല്ലെങ്കിൽ പൊതുവെ എനിക്ക് ഈ യാത്രകളുള്ള ഒരു സിനിമകൾ, അതായത് ക്യാരക്ടേഴ്സിനെ യാത്രയിലൂടെ കൊണ്ടുപോകുന്ന പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പടം മലയാളത്തിലും തമിഴിലൊക്കെ ആണെങ്കിലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സിനിമകളാണ് ആ ടൈപ്പ് സിനിമകൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാളത്തിൻ്റെ ഫാലിമി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയായിരുന്നു. പിന്നെ അതിന് മുമ്പ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. തമിഴിലൊക്കെ ധാരാളം ഉണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്. നമ്മളിങ്ങനെ ക്യാരക്ടർ ആ സിനിമയിൽ അഭിനയിക്കുന്നവരെ അവരിങ്ങനെ യാത്ര പോകുന്നു, നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോകുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിക്കുന്ന സിനിമകളാണ് അങ്ങനത്തെ സിനിമകൾ. അപ്പം ഇത് ആ ഒരു ഇനത്തിൽപ്പെടുന്ന പടമാണ്. അതുപോലെ തന്നെ പഴയ ആൾക്കാരൊക്കെ വൻ വൈബാണ് കേട്ടോ. ജഗദീഷും മനോജ് കെ ജയനും ഭയങ്കര രസമാണ് അവരുടെ ഹ്യൂമർസൊക്കെ. പിന്നെ നല്ല ക്യാരക്ടറും കോമഡിയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് ഞാൻ പറയുന്നില്ല, ഫോണിൽ കണ്ടാൽ മതി. തിയേറ്റർ വാച്ചിനുള്ള ഇല്ല, എന്നാലും എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റും. ഇതിലും പടം.